എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് കുറേയധികം പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് എനർജീസ്, നിങ്ങളോടുള്ള കറണ്ട് എനർജി വേഴ്സസ് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് തന്നെ പറയേണ്ടത്. ഞാൻ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് കുറച്ച് നാളായല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളോടുള്ള കറണ്ട് എനർജി വേഴ്സസ് നിങ്ങളുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി. ഓക്കെ, ഇത് നിങ്ങളോടുള്ള കറണ്ട് എനർജി, ഇത് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ കുറച്ച് നമ്പേഴ്സേ എടുക്കുള്ളൂ, കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. കോണ്ടാക്ട് ചെയ്ത് നോക്കൂ, നമുക്ക് ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, വേറൊന്നുമില്ല. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള കറണ്ട് എനർജി എന്താണെന്നൊന്ന് പറഞ്ഞു തരും. വ്യൂവേഴ്സിൻ്റെ പേഴ്സണ്, എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരും. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാം. അവരുടെ പേര് 3 അല്ലെങ്കിൽ 7 പ്രാവശ്യം ആലോചിക്കുക. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവർക്കായിട്ട് എന്താണെന്ന് പറഞ്ഞു. എടുക്കട്ടെ. 5 ഓഫ് സ്വാർഡ്സ്, എന്തിനാവോ 5 ഓഫ് സ്വാർഡ്സ്, Ace of Cups, 10 of Cups, 9 of Wands, 3 of Wands, High Priestess, okay, 9 of Pentacles, Ace of Pentacles, Judgment, 4 of Wands, good, Empress, 4 of Pentacles, Ace of Wands. ചെറിയൊരു ജഗ്ലിങ് കാണുന്നുണ്ട് കേട്ടോ. എല്ലാം മോസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഓവറോൾ പെർഫെക്റ്റ് ആണ് എന്ന്, കാരണം മിക്സ്ഡ് എനർജീസ് ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സൺ സ്വതേ ഇത്തിരി സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എന്തിനും ഏതിനും ടെൻഷൻ അടിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടേത് എന്ന് കാണുന്നുണ്ട്. ഉറക്കക്കുറവ് ബേസിക്കലി ഇവർ ഫീൽ ചെയ്യാറുണ്ട്. ഒന്നാമത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു പലർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. ഓക്കെ, അത് അവിടെ എത്തുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ട്, കാരണം ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് അവിടെ വന്നിരിക്കുന്നത്. മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പുന്ന അത്രയും സ്നേഹം. ആ ഒരു സ്നേഹം കൊണ്ടും ഇവർക്ക് ഓവർവെൽമിങ് ഫീലിംഗ് കാരണം ഉറങ്ങാൻ സാധിക്കാറില്ല. ഓക്കെ, എണീറ്റിരുന്ന് ചിന്തിക്കുക, അങ്ങനെ ഒരുപാട് എഫെക്ഷൻ നിങ്ങളോട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ അവരുടെ കുടുംബം തന്നെയാണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത് കേട്ടോ. നിങ്ങളെ അവരുടെ കുടുംബത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെയാണ് അവരുടെ എനർജിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത്. പല റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ടും അവർക്ക് തോന്നാറുണ്ട്. കാര്യം എസ്പെഷ്യലി അവരുടെ പലരുടെയും സൈഡിൽ പാരൻസിൻ്റെ ഒരു എതിർപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് കൂടുതലായും തേർഡ് പാർട്ടിയുടെ റിലേഷൻ അവിടെ കാണുന്നുണ്ട്. അതൊന്നുകിൽ ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഇവരുടെ അമ്മ. എസ്പെഷ്യലി ഫാമിലിയിൽ അമ്മയുടെ എതിർപ്പ് ആണ് പ്രബലമായിട്ട് കാണുന്നത് കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ടും ടാറോ ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും കാണുന്നുണ്ട്. ആസ്ട്രോളജി, ന്യൂമറോളജി അല്ലെങ്കിൽ ടാറോ റീഡിങ് അങ്ങനെയൊക്കെ കൂടുതലായിട്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. 2ൽ ഒരാൾ ഒരു ടാറോ റീഡറോ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ലോങ് ഡിസ്റ്റൻസ്, ഇത് രണ്ടും തന്നെ കാണുന്നു. അവർ അത് മറികടക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നു. അതായത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറികടന്ന്, ആ റെസ്ട്രിക്ഷൻ മറികടന്ന് നിങ്ങളിലേക്ക് എത്താൻ അവർ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കണക്റ്റഡ് ആയിട്ടിരിക്കാൻ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. മറികടക്കാൻ തീർച്ചയായും ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇവർ കുറച്ച് കൂടുതലായും സെൽഫ് റെസ്പെക്റ്റൊക്കെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം ഗ്രൂമിങ് കാണാനും നല്ലൊരു വ്യക്തിയായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ
അവരുടെ സ്വന്തം ഗ്രൂമിങ് അതിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. സേവിങ്സിനെ പറ്റിയിട്ട് ബോധേഡായിട്ടുള്ള ഒരാളാണ്. മണി സേവ് ചെയ്യുക, സമ്പാദിക്കുക, സേവ് ചെയ്യുക, അങ്ങനെ ഭാവി സുരക്ഷിതമാക്കുക, അതിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക്, ബിസിനസ്സിലേക്ക് അങ്ങനെയൊക്കെ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. നിങ്ങൾ തമ്മിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയതും ആയിരിക്കാം കേട്ടോ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടോ ബിസിനസ് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടോ ബാങ്കിൽ വെച്ച് പരിചയപ്പെട്ടോ അങ്ങനെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നടക്കാറുണ്ട്. ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, എന്തു തന്നെ ആയാലും നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം അവർക്ക് വേണം. എല്ലാ തടസ്സങ്ങളും മറികടന്ന് നിങ്ങളുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇവരുടെ ഇപ്പോഴത്തെ എനർജിയിൽ കാണുന്നത്. ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇവർക്ക് തോന്നാറുണ്ട് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ എന്ന്. ഓക്കെ, നിങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് അവർ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയണം എന്നവർ ആഗ്രഹിക്കുന്നു. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രപ്പോസൽ, ഒരു പുതിയ തുടക്കത്തിലേക്ക്, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തണമെന്ന് അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു എംപ്രസിൻ്റെ സാന്നിധ്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രത്യേക കെയർ, നിങ്ങളെ കാണാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അവരുടെ ഒരമ്മ കുഞ്ഞിനെ നോക്കുന്ന അത്രയും കെയറോടെയാണ് നിങ്ങൾ ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുള്ളത്. അപ്പോൾ അവർക്കതൊക്കെ ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ആണ്. ആ കെയർ, ആ സ്നേഹം എന്നും അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇവർ ഇമോഷണലി, ഫിസിക്കലി നിങ്ങളുമായിട്ട് ഭയങ്കര അട്രാക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങൾ കൂടെ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. 4 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളെ പ്രതി വല്ലാത്ത പൊസസീവ്നെസ്, പ്രൊട്ടക്റ്റീവ്നെസ് എല്ലാം ഇവർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ആരെങ്കിലും പറ്റി മെൻഷൻ ചെയ്യുന്നതോ മറ്റാരെങ്കിലും പറ്റി സംസാരിക്കുന്നതോ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല എന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, കുറച്ച് മുഖം തിരിച്ച്, മുഖം കറുപ്പിച്ചൊക്കെ ഇരിക്കും നിങ്ങൾ വേറെ ആരെങ്കിലും പറ്റി കാഷ്വലായിട്ട് പോലും റെഫർ ചെയ്ത് സംസാരിച്ചാൽ കേട്ടോ. നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെയാണ് നിങ്ങളോടുള്ള കറണ്ട് എനർജിയിൽ അവർ ചിന്തിക്കുന്നത്. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. Lovers, 3 of Pentacles, okay, 6 of Pentacles, Chariot, 6 of Cups, Page of Swords. വീണ്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഫീലിംഗ് തന്നെയാണ് അവർക്ക് നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ തോന്നാറുള്ളത് കേട്ടോ. വളരെ എന്താ പറയുക, ഭയങ്കരമായി അട്രാക്റ്റഡ് ആയിട്ട്, മാനസികമായിട്ട്, ഫിസിക്കലായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ വളരെ പ്രബലമായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ ഒരുമിച്ച് ഒരു ടീമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കാം കേട്ടോ. അവർ ചിന്തിക്കുന്ന നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ലൈഫ് ലോങ് വേണം, നിങ്ങളെ വിട്ടു പിരിയാൻ അവർക്ക് താല്പര്യമില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും ഉള്ളതായിട്ട് വീണ്ടും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ പാരൻസിൻ്റെ എതിർപ്പായിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പൗസ് ഉണ്ടായിരിക്കാം, അങ്ങനെ എന്തോ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അങ്ങനെ എന്തോ ഒരു തടസ്സം അവിടെ ഉള്ളതായിട്ട് തന്നെ കാണുന്നു. പക്ഷെ നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ഉള്ള റിലേഷൻഷിപ്പ്, ആ ബന്ധം കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ന്യൂ, പുതിയതായിട്ടുണ്ടായതൊന്നുമല്ല. കുറേ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരടുപ്പമാണ് ഇത് എന്നും കാണുന്നുണ്ട്. നിങ്ങൾക്കായിട്ട് ഒരു ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിൽ ഒരാൾ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും യൂണിഫോം ധരിച്ച് ജോലി ചെയ്യേണ്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഡിസിഷൻസ് എടുക്കാൻ വളരെ മിടുക്കുള്ള, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആരാണോ യൂണിഫോംഡ് ജോബിലുള്ളത് അവർ ഡിസിഷൻസ് എടുക്കാൻ വളരെ കെൽപ്പുള്ള വ്യക്തിയാണെന്നും ആ ഡിസിഷൻസ് മറ്റുള്ളവർ അംഗീകരിക്കാറുണ്ട് എന്നും കാണുന്നു. ഓക്കെ, നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ. ഇവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണും. നിങ്ങൾ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്താൽ FB ആവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, വേറെ എന്ത് തരം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആയാലും നിങ്ങളെ അവിടെ ഫോളോ ചെയ്യാറുണ്ട്, അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ സേഫ് ആണല്ലോ, നിങ്ങൾ
സുഖമായിട്ടിരിക്കുന്നല്ലോ എന്നെല്ലാമുള്ള അപ്ഡേറ്റ് ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യായമായിട്ട് എന്താണോ പ്രവർത്തിക്കേണ്ടത് അത് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. ചിലരുടെയെങ്കിലും ലൈഫിൽ ഒരു എന്താ പറയുക, ഒരു കേസ്, ഒരു സെപ്പറേഷൻ കേസായിരിക്കാം നടക്കുന്നതായിട്ടും കാണുന്നു. അപ്പോൾ അവർക്ക് അത് തീരും വരെ വെയിറ്റ് ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്കൊരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധിക്കുകയുള്ളൂ. ചിലർ അതിനെപ്പറ്റിയും ചിന്തിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണോ കേസുള്ളത് അവരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. പക്ഷേ ഇവർ ചിന്തിക്കുന്ന നിങ്ങളുടെ മേലെ ഒരിക്കലും അന്യായം പ്രവർത്തിക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ന്യായമായിട്ട് ചെയ്യണോ അത് ചെയ്യണം എന്ന് തന്നെയാണ് അവരവിടെ ചിന്തിക്കുന്നത്. വല്ലാത്തൊരു മിസ്സിങ് എനർജി അവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അത് എസ്പെഷ്യലി ഈ കാര്യത്തിലായിരിക്കും. കാരണം ഇവർ കേസൊക്കെ സെറ്റിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയാലോ എന്നൊരു ഭയം അതെപ്പോഴും അവർക്ക് അവിടെ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. വല്ലാത്തൊരു മിസ്സിങ് എനർജി എപ്പോഴും തന്നെ അവർ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ തീരുമാനങ്ങളെ അവർ മാനിക്കാറുണ്ട്. നിങ്ങൾ ഡിപ്പെൻഡബിൾ ആണെന്ന് അവർ ചിന്തിക്കുന്നു. അവർക്ക് എന്തിനും ഏതിനും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങളോട് ചോദിച്ചിട്ടായിരിക്കും അവരെന്ത് കാര്യങ്ങളും ലൈഫിൽ തീരുമാനിക്കുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ നിങ്ങളോടായിരിക്കും ആദ്യം സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളെ കാണാനും അവർക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ സംസാരം ഇഷ്ടമാണ്, പെരുമാറ്റം ഇഷ്ടമാണ്. ആസ് എ പേഴ്സൺ നിങ്ങളെ വളരെ ഇഷ്ടമാണ്, നിങ്ങളെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അവരുടെ ഒരു ഉപദേഷ്ടാവ് പോലെയാണ്. ഓക്കെ, അവർ പറയുന്നതെല്ലാം നിങ്ങളും കേൾക്കാറുണ്ട്, നിങ്ങൾ പറയുന്ന അവരും കേൾക്കാറുണ്ട് എന്നുള്ള രീതി. ഓക്കെ, ഇതായിരുന്നു നിങ്ങളോടുള്ള കറണ്ട് എനർജി. നിങ്ങളുടെ തേർഡ് പേഴ്സണിനോടുള്ള കറണ്ട് എനർജി നോക്കാം. ഇനി തേർഡ് പേഴ്സണോടുള്ള അവരുടെ കറണ്ട് എനർജി നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരുടെ തേർഡ് പാർട്ടിയായിട്ടുള്ള കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് അവരുടെ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരും. എടുക്കട്ടെ. എംപറർ, 4 of Pentacles, 5 of Swords, 3 of Pentacles, 10 of Pentacles. Okay, Magician, Queen of Wands, Hanged Man, Tower. Okay, 9 of Wands ഒരു കാർഡ് ഇവിടെ വീണു. Hermit, Ace of Pentacles, Empress. Okay, Ace of Wands. ശരി, Knight of Pentacles, King of Swords. എംപറർ വെച്ച് നിങ്ങളുടെ പേഴ്സൺ, ആ തേർഡ് പേഴ്സണോടുള്ള റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെ അവർക്ക് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിലുള്ള മറ്റേ കുടുംബാംഗങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റീസ് അതെല്ലാം ഉണ്ട്. അതുപോലെ ഇവർ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് അതിനെപ്പറ്റിയൊക്കെ അവർ ബോധേഡാണ്. മറ്റുള്ളവർ കുടുംബത്തെക്കുറിച്ച് എന്ത് പറയും എന്നൊക്കെയുള്ളൊരു ചിന്ത അവരെ വല്ലാതെ ഭരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നും, അല്ലാതെയുള്ള റെസ്പോൺസിബിലിറ്റീസും അതെ, ഇവരെ പുറത്ത് കൊണ്ടുപോകുക, യാത്രകൾ പോവുക, വെക്കേഷന് പോവുക, അങ്ങനെയെല്ലാം ഇവർ ചെയ്യാറുണ്ടായിരിക്കും കേട്ടോ. പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഫാമിലിയിൽ ആ ഒരു പ്രശ്നമുള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. ഒരു പക്ഷേ നിങ്ങളുടെ തേർഡ് പേഴ്സണും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതായിട്ട്. അതായത് ഇവരുടെ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് വന്നതായിട്ട് നിങ്ങളുടെ തേർഡ് പേഴ്സണും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. സേവിങ്സിനെ പറ്റിയിട്ടൊക്കെ ഇവർ വളരെ ശ്രദ്ധിച്ചാണ് ചിലവുകൾ മാനേജ് ചെയ്യുക, ഭാവിയിലേക്ക് സേവ് ചെയ്യുക, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക, അതെല്ലാം ഇവർ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക,
അങ്ങനെയെല്ലാം ഇവർ ഫാമിലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യാറുണ്ട്, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, പക്ഷേ നിങ്ങളുടെ പ്രസൻസ് അവരുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വളരെ ഗാർഡഡ് ആയിട്ടാണ് ഇവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പ്രസൻസ് ഈ തേർഡ് പാർട്ടി അറിയാതെ മാനേജ് ചെയ്യാൻ ഇവർ ശ്രമിക്കാറുണ്ട് എന്നാണ് കാണുന്നത്. വളരെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്ത്, സ്വയം ഗാർഡ് ചെയ്തിട്ടാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊരു കണക്ഷൻ ഉള്ളതൊന്നും തേർഡ് പാർട്ടിക്ക് പരമാവധി അറിയരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എപ്പോഴും ഒരു എന്താ പറയുക, പ്ലാനിങ്ങിലാണ്. ഇതെങ്ങനെ എന്ത് ചെയ്യാം, ചിന്തകളാണ്, 24 മണിക്കൂറും ചിന്തകളാണ്. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്, അതായത് അപ്പുറത്തും വിടാൻ വയ്യ ഇപ്പുറത്തും വിടാൻ വയ്യ, മനസ്സിലായോ? ഇത് മിഡിലിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതെങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് ഇവർ എപ്പോഴും ഒരു ചിന്ത, ഒരു പ്ലാനിങ് അതിലിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സ്ട്രെസ്സുമാണ്. ഓക്കെ, സ്ട്രെസ്ഡായിട്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തേർഡ് പേഴ്സൺ ജോലി ഉള്ള വ്യക്തി ആയിരിക്കണം. അവർ എന്താ പറയുക, അങ്ങനെ കുറ്റപ്പെടുത്തത്തക്ക ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരു ചെറിയ കൺട്രോൾ ഇഷ്യൂ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണെ കുറച്ചധികം കൺട്രോൾ ചെയ്യാറുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ആരോട് സംസാരിച്ചു, എന്താ നേരം വൈകിയ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ, അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ ഇവർ ജോലിയുള്ള വ്യക്തിയായിരിക്കാം, ആ ജോലിയിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അതിനെക്കുറിച്ചൊക്കെ ഇവർ അഭിമാനത്തോടെ ഓർക്കാറുമുണ്ട് എന്നും കാണുന്നു കേട്ടോ. അപ്രീസിയേഷൻ ഉണ്ട്. നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്ന് ഇവർക്ക് അഭിപ്രായമില്ല, പക്ഷെ കൺട്രോൾ ഇഷ്യൂസ് ഉള്ളതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഇമോഷണൽ ഗ്യാപ്പ് ആ റിലേഷനിൽ വന്നു പോയതായിട്ട് കാണുന്നുണ്ട്. ഇവർ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും, തീരുമാനങ്ങൾ ഒരുമിച്ച് എടുക്കാറുണ്ടായിരിക്കും. പക്ഷേ ഈ തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു സ്റ്റക്ക് ഫീലിംഗ് ആണ് നിൽക്കുന്നത്. ഇമോഷണലി ഒരു തടസ്സം അവിടെ വന്നിരിക്കുന്നത് പോലെ, ഒരു ഇമോഷണൽ കണക്ഷൻ വിട്ടുപോയതുപോലെ ഒരു സിറ്റുവേഷനാണ്. അവരുടെ എന്താ പറയുക, കണക്ഷൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ഒരുമിച്ചിരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഒരു റെസ്ട്രിക്ഷൻ ഇവർ രണ്ടുപേരും ഫീൽ ചെയ്യാറുണ്ട്. ഒരു ഗ്യാപ്പ് അവരുടെ ഇടയിലും എപ്പോഴും ഉള്ളതായിട്ട് കാണുന്നു. മാനസികമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഒരു ലോണറാണ്, ഒറ്റപ്പെട്ട നിലയിലാണ് അവർ ഇരിക്കുന്നത്. പക്ഷേ ഫൈനാൻഷ്യലി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവട്ടെ, ഇവരെന്ത് തന്നെ ആവട്ടെ, കുഞ്ഞുങ്ങളുടെ കാര്യം ആവട്ടെ, ഇവരെല്ലാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ചെയ്യാറ് കേട്ടോ. പ്രസവിച്ച് അവർ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മ സ്ഥാനത്തുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു സ്ഥാനമുണ്ട്. ആ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തേ മതിയാകൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. എത്രയായാലും കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്, അമ്മയാണ്. അപ്പോൾ ആ സ്ഥാനം അവർക്ക് മാത്രം ഉള്ളതാണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇവർ പുറമേക്ക് സ്നേഹമായിട്ട് തന്നെ ആയിരിക്കും പെരുമാറുന്നുണ്ടാവുക. അവരുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് പുറമേക്ക് സ്നേഹം, മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് തന്നെ ആയാലും പുറമേക്ക് സ്നേഹമായിട്ടും കരുതലോടെയും തന്നെ ആയിരിക്കും പെരുമാറുന്നുണ്ടാവുക. പക്ഷേ ഇവരുടെ ഇടയിലുള്ള എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്ന. മ്യൂച്വൽ ലവ്, അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് കുറച്ച് സ്ലോ ഡൗൺ ആവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവിടെ മ്യൂച്വൽ റെസ്പെക്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ്, കരുതൽ, അങ്ങനെയൊക്കെയാണ് കാണുന്നത് കൂടുതലായിട്ടും. ചിലർക്കെങ്കിലും അവരുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഈഗോ ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് സോർട്സിൻ്റെ എനർജി. ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങൾ വരാറുണ്ടായിരിക്കും, വഴക്കുകൾ വരാറുണ്ടായിരിക്കും. ഇടയ്ക്ക് പരസ്പരം മുഖം തിരിച്ച് നിൽക്കുക, സംസാരിക്കാതിരിക്കുക, വഴക്കിടുക, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം അവിടെ നടക്കുന്നുണ്ടെന്നും കാണുന്നു. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കുക. ഇവർ തമ്മിൽ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. തീരെ സംസാരം ഇല്ലാതിരിക്കുക അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അവിടെ കാണുന്നില്ല. ഓക്കെ, ഇവർ രണ്ടുപേരും തന്നെ സൊസൈറ്റി ഓറിയൻറ്റഡ് ആയിട്ട്, സൊസൈറ്റി എന്ത് പറയും, ചുറ്റുമുള്ളവരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും,
അങ്ങനെയൊക്കെ ചിന്തിച്ച് പരമാവധി ആ മാരേജിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും ആ മാരേജ് മുന്നോട്ട് കൊണ്ടുപോകണം, അവിടെ ഒരു സെപ്പറേഷനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു രീതി തന്നെയാണ് കേട്ടോ. അത് കുടുംബക്കാരെന്ത് പറയും, മറ്റുള്ള ഒരു സൊസൈറ്റിയിൽ നമുക്കൊരു നിലയും വിലയുണ്ട്, അവരുടെ മുന്നിൽ നമ്മൾ ഹാപ്പിയാണെന്ന് കാണിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. രണ്ടുപേരും തന്നെ അവരുടെ ജോബിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. സമ്പാദ്യം, സ്വന്തം സ്റ്റെബിലിറ്റി, കരിയറിൽ സ്റ്റെബിലിറ്റി, അതിനെ പറ്റിയിട്ടൊക്കെ വളരെ എന്താ പറയുക, കാര്യമായിട്ട് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഫുൾ വെച്ചിട്ട് ഇവർ ഒന്നിച്ച് യാത്രകൾ പോകാറുണ്ടായിരിക്കും, ലൈറ്റ് ഹാർട്ടഡ് മൂമെൻറ്റ്സ്, കുഞ്ഞുങ്ങളൊത്ത് യാത്രകൾ, അങ്ങനെയൊക്കെ ഇവർ ചെയ്യാറുണ്ടായിരിക്കും. ആസ് എ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. 2 ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങളുടെ പ്രസൻസ് ആ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, മൂന്നാമതൊരാളുടെ പ്രസൻസ് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ചിലരെങ്കിലും അവരുടെ തേർഡ് പേഴ്സണിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലാണെന്നും കാണുന്നു. ഇടയ്ക്ക് ട്രാവൽ ചെയ്ത് വന്നിട്ടായിരിക്കും ഇവർ ആ തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം. ഓക്കെ, അപ്പോൾ വരുന്ന സമയത്ത് ഇവർ യാത്രകൾ പോവാറുണ്ട്, കുടുംബത്തിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, അവർക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാറുണ്ട്, അങ്ങനെയെല്ലാം ഇവർ ചെയ്യാറുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ഞാൻ പറഞ്ഞില്ലേ, സംസാരം, കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും ഇവരുടെ ഇടയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് കൺട്രോൾ ഇഷ്യൂസ് ഉണ്ട്, അവരെ കുറച്ച് ഭയമാണ്. അവർ ഈ ഒരു മറ്റൊരു റിലേഷനെ പറ്റി അറിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ ഉള്ളൊരു ഭയം അവർക്ക് ഉണ്ട് തീർച്ചയായിട്ടും കേട്ടോ. നിങ്ങളുടെ തേർഡ് പേഴ്സൺ കുറച്ച് ഇൻറ്റ്യൂഷൻസ് ഉള്ള വ്യക്തിയാണെന്നും അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, എന്ത് കള്ളത്തരം കാണിച്ചാൽ അവർ ഉടനെ പിടിക്കും എന്നുള്ളൊരു ഭയം അവർക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് കപ്സ്, ഇവരുടെ ഇടയിൽ മെമ്മറീസ് ഉണ്ട്, ഇവർ ലോങ് ടേം മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. എനിക്ക് കൂടുതലായും സ്പൗസായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഈ തേർഡ് പേഴ്സൺ ആയിട്ട് ഇവരുടെ റിലേഷൻ കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ്, ന്യൂലി മാരീഡ് അങ്ങനെയൊന്നും അല്ല, കുറച്ച് കാലമായിട്ടുള്ളത് തന്നെയാണെന്ന് കാണുന്നു. വീണ്ടും 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഇവർ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് ഇവരുടെ ആ ഒരു മാരീഡ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടായാലും, കുഞ്ഞുങ്ങളുണ്ട്, വയസ്സായവരുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ മാരേജ് എന്ത് നിലയിലും മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് കൂടുതലായും സ്പൗസായിട്ട് തന്നെയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. ഓക്കെ, മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ്, ടെമ്പറൻസ് വെച്ച് ഇവർ സ്പിരിച്വലി ഒന്നിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. ഒരുമിച്ച് പ്രാർത്ഥനകൾ ചെയ്യാറുണ്ടായിരിക്കും. റിലേഷൻഷിപ്പ്, ഇവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ, എന്ത് മനസ്താപങ്ങളുടെ ഇടയിലുണ്ടെങ്കിലും അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്, അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ പരസ്പരം ക്ഷമിച്ചും പുറത്തും അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല. ഓക്കെ, ഇത് ജനറലായിട്ട് നമ്മൾ ചെയ്യുന്ന റീഡിംഗ് ആണ്. ഓക്കെ, ഇത് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള റീഡിംഗ് അല്ല. നിങ്ങളുടെ തേർഡ് പാർട്ടിയോട് അവർക്ക് എന്താണ് ഫീലിംഗ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്ങിൽ എടുത്താൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ന്യൂട്രലായിട്ട് മാത്രം റീഡിംഗ് കാണുക കേട്ടോ, ഓവറായിട്ട് അപ്സെറ്റ് ആവരുത്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്യണേ, എന്നാലേ നമ്മുടെ വീഡിയോക്ക് ഇച്ചിരി റീച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.